കാട്ടാനശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം കോതമംഗലം പുന്നേക്കാട് വനംവകുപ്പ് ഓഫീസിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം. കൊട്ടമ്പുഴ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ജനപ്രതിനിധികൾ വനംവകുപ്പ് ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. കഴിഞ്ഞ രാത്രികളിൽ പുഴ കടന്നെത്തുന്ന ആനക്കൂട്ടം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കയറി കൃഷി നശിപ്പിക്കുകയാണ്. ഇതേ കാര്യം ഡിഎഫ്ഒയും മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടും നമുക്കിടെ തുടങ്ങിയ ഫെൻസിങ്ങിന്റെ പണി ഉടൻ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് മുഴുവൻ സമയവും ആറാട്ടി ടീമിനെ ഈ പ്രദേശത്ത് ഇവിടെ വിന്യസിക്കാനും ആണ് നമ്മളിവിടെ ആവശ്യപ്പെടുന്നത്. കാട്ടാനകൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി അവരുടെ സ്വത്തും ജീവനും ഭീഷണിയാവുന്ന ഈ നടപടിക്കെതിരെ അടിയന്തരമായി നടപടിയെടുക്കുന്നതുവരെ ഞങ്ങൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സമരം നടത്തുകയാണ്. ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. ഇരു സൈഡിലുള്ള കാട് വെട്ടണം, അവിടെ ലൈറ്റ് സ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ RRT 24 മണിക്കൂറും ഉണ്ടാവണം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകും. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? അമൃത, കോതമംഗലം താലൂക്കിലെ വനാതിർത്തി ഗ്രാമങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രദേശവാസികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തുടർച്ചയായി 2-3 ദിവസങ്ങളിലായി ഈ പ്രദേശത്ത് വാഹനങ്ങൾക്ക് പിന്നാലെ കാട്ടാൻ എത്തുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങൾ തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. രാത്രിയോ പകലോ കടന്നു പോകാനാകാത്ത വിധം സ്ഥിതി രൂക്ഷമായിട്ടും അതിന് മറ്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നില്ലെന്നുള്ള ഒരു പ്രധാനമായിട്ടുള്ള ആരോപണമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ഇതിന് സമീപ പ്രദേശങ്ങളിലും എന്നുള്ളതാണ് വസ്തുത. എന്താണ് ഇതിന്റെ ഒരു കൂടി പശ്ചാത്തലത്തിലാണ് കുട്ടമ്പുഴ കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സമരം നടത്തുന്നത്. RRT നിയോഗിക്കുക, ഫെൻസിംഗ് പൂർത്തീകരിക്കുക, പുന്നേക്കര റോഡിൽ വഴിവെളുപ്പ് സ്ഥാപിക്കുക, അടിക്കാട് വെട്ടുക, ഒപ്പം തന്നെ പ്ലാന്റേഷനിൽ തങ്ങി നിൽക്കുന്ന കാട്ടാനകളെ പുഴ കടത്തി വനത്തിലേക്ക് മാറ്റുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.